കറക്റ്റായിട്ട് കുടിച്ചാൽ മതി പറയും. പിന്നെ ഞാനിങ്ങനെ അന്വേഷിച്ചിരിക്കുമ്പോൾ എനിക്കൊരു വീഡിയോ ഇതാണ്. അത് കണ്ടപ്പോഴാണ് അതിന് ഡയറക്റ്റ് ഈ ഒരു റിലേഷൻ വരുന്നത്. അപ്പൊ എനിക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തു. ഞാൻ സാറിന് കുറച്ച് വീഡിയോസ് കാണാൻ പോയി. സാർ പറയുന്നത് നമ്മുടെ ബ്ലഡിന്റെ pH പറയുന്നത് ആ pH നമ്മൾ അസിഡിക് ആയിട്ടുള്ള ബോഡിയാണ്, അല്ലെങ്കിൽ നമ്മുടെ കഴിക്കുന്ന ഫുഡെല്ലാം അസിഡിക് ആയിട്ടുള്ള നടക്കാണെന്നുണ്ടെങ്കിൽ ബ്ലഡിന്റെ pH കുറയും. അപ്പൊ ശരീരം തന്നെ അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ എല്ലിസോ അല്ലെങ്കിൽ മസിൽസിൽ കാൽസ്യം വലിച്ചെടുത്തിട്ട് ഇതിനെ ബ്ലഡിലെ pH കറക്റ്റ് ചെയ്യും. അപ്പൊ എനിക്ക് കറക്റ്റ് ആ ഒരു തോട്ട് കിട്ടി. സാറിന് എന്തൊക്കെയോ അറിയാം, ഇവിടെ വന്ന കാര്യങ്ങൾ കിട്ടും എന്നുള്ള ഒരു രീതിയിൽ ഞാൻ സാറിന്റെ കുറെ വീഡിയോസ് കണ്ടു. അങ്ങനെ ഗ്രൂപ്പിൽ ചോദിച്ചു. കാരണം എനിക്ക് മാത്രമല്ല ബാക്കിലുള്ളത്, വീട്ടിലെല്ലാവർക്കും അസ്ഥി സംബന്ധമായ പ്രശ്നങ്ങളുണ്ട്. അതുപോലെ കൊളസ്ട്രോൾ ഉണ്ട്. കൊളസ്ട്രോളും ഈ നമ്മുടെ ബ്ലഡിന്റെ pH റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ എന്നുള്ളത് ഞാൻ ക്ലാസ്സിൽ പറയുന്നു. അപ്പൊ അത് വെച്ചിട്ട് നമ്മളുടെ ഫുഡിനെ കറക്റ്റ് ചെയ്യാൻ പറ്റി, കുറച്ച് ഉപയോഗിക്കാൻ പറ്റി. അങ്ങനെ ഞങ്ങൾക്ക് എല്ലാം ഇപ്പം നല്ല രീതിയിൽ ഭേദമായി വരുന്നുണ്ട്. എന്റെ അച്ഛനാണെങ്കിൽ പ്യൂർ വെജിറ്റേറിയൻ ആണ്. വെജിറ്റേറിയൻ മാത്രമാണ് കഴിക്കുള്ളൂ. കൃഷിക്കാരനാണ്. ഫുൾ ടൈം കൃഷി എന്താ പറയാ പറമ്പിൽ തന്നെ നടക്കുന്നത്. ആളെ കണ്ടാൽ ഒട്ടും തടിയും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ആൾക്ക് കൊളസ്ട്രോൾ കൂടുതലാണ്. അപ്പൊ അതിന്റെ റീസൺ കിട്ടുന്നില്ല. കൊളസ്ട്രോൾ കുറച്ചാണ് മരുന്ന് കഴിച്ചു, പിന്നെ ആൾ കഴിക്കാറുണ്ട്. അപ്പൊ അതും ഈ അസിഡിറ്റിയുടെ റിലേറ്റഡ് ആണെന്നുള്ളത് എനിക്ക് സാറിന്റെ ക്ലാസ്സിൽ വന്നപ്പോഴാണ് മനസ്സിലായത്. കാരണം വെള്ളത്തിന്റെ നമ്മൾ കുടിക്കുന്ന വെള്ളം ഈ 4.2 അത് വെച്ചിട്ടാണ് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്നത്. അപ്പൊ അത് കഴിക്കുന്നതെല്ലാം അസിഡിറ്റി കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ അതെനിക്ക് മനസ്സിലാക്കി കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ എല്ലാവരും ഇപ്പൊ എന്റെ വീട്ടിലെ കിണറെന്ന് പറഞ്ഞാൽ വർഷങ്ങളായിട്ടുള്ള കിണറാണ്. നല്ല തെളിഞ്ഞ വെള്ളമാണ്. ഒരു സ്മെല്ലോ കാര്യങ്ങളൊന്നുമില്ല, കളറിൽ ചേഞ്ച് ഒന്നുമില്ല. അത് നല്ല ശുദ്ധ വെള്ളം അതിന്റെ കൊടുത്തോണ്ടിരിക്കും. അപ്പൊ എല്ലാവരും ഇതൊന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ നല്ലതാണ്. എല്ലാവരും കിണറിലെ വെള്ളം യൂസ് ചെയ്യുകയാണെങ്കിൽ pH ചെക്ക് ചെയ്താലും നമുക്ക് അറിയാൻ പറ്റും. അത് കറക്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ തന്നെ ഒരു ബേസ് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ അതാണ് എനിക്ക് ഈ ക്ലാസ്സിന് കിട്ടിയത്. പിന്നെ ക്ലാസ് എനിക്ക് കുറച്ച് ക്ലാസ് മിസ്സായിട്ടുണ്ട്. കാരണം എനിക്ക് സെക്കൻഡ് സാറിനെ കുറച്ച് ലീവുള്ളൂ. ബാക്കിയുള്ളത് നിങ്ങൾ എനിക്ക് ലീവ് പറ്റില്ല. ഇതിനെ എന്തെങ്കിലും നന്നായി കുറച്ച് ഓർമ്മിക്കും. ചിലപ്പോൾ ഇവിടെ നിന്ന് കോളേജ് പുറത്തോട്ട് അങ്ങനെ ക്ലാസ് അറ്റൻഡ് ചെയ്തു. ഈ പുതിയ ബാച്ചിൽ ഞാൻ എന്തായാലും ഉണ്ടാവും. എനിക്ക് പറ്റുന്ന അപ്പോ ഇവിടെ പുതുതായിട്ട് വന്നിരിക്കുന്ന ആൾക്കാർ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ അറിവ് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ അവർക്ക് ഉദ്ദേശിച്ച അറിവുകളും അതിൽ കൂടുതൽ അറിവുകളും കിട്ടാനായിട്ട് ഞാൻ ആശംസിക്കുന്നു.